ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പ് 8ാം വാർഷികത്തിലേക്ക് 8ാം വർഷം കടന്നിരിക്കുകയാണ്. 8 വർഷക്കാലമായിട്ട് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്ന ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ അംഗങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ പ്രാർത്ഥനകളും ആലപിച്ച് പ്രഭാഷണങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും തുടർന്നും എല്ലാ നല്ല ശക്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിലൊരു ചെറിയ പ്രഭാഷണം സഹോദരൻ അയ്യപ്പൻ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചെറിയ പ്രഭാഷണം നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് കടക്കാം. ഒരു ദിവസം ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ വിശ്രമിച്ചിരിക്കുന്ന കാലത്ത് കൗമാരത്തോടു കൂടെ പറയുന്ന ഒരു യുവാവ് അവിടെ വന്ന് സ്വാമിയെ വണങ്ങി മാറി നിന്നു. അപ്പോൾ ആ യുവാവിനെ മറ്റ് ശിഷ്യർ സ്വാമിക്ക് പരിചയപ്പെടുത്തി. ഇത് ചേറായിലെ അച്യുതൻ വൈദ്യരുടെ അനുജനാണ്. ഇപ്പം ചേറായിലെ അച്യുതൻ വൈദ്യർ എന്ന് പറയുന്നത് ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും ചട്ടമ്പസ്വാമികളുടെയും ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ഇവർ പല സമയങ്ങളിലും ഈ ചേറായിൽ, ഈ എറണാകുളം ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഈ ചേറായിലെ അച്യുതൻ വൈദ്യരുടെ വീട്ടിൽ താമസിക്കുകയും വൈദ്യരുടെ അനുജനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക വാത്സല്യം ഗുരുവിന് ഈ യുവാവിനോട് തോന്നുകയും അപ്പോൾ കുശല പ്രശ്നങ്ങൾ നടത്തിയപ്പോഴത്തേക്കും മദ്രാസിലെ പഠിത്തം മതിയാക്കി തുടർന്ന് തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജിൽ BA ചേരാനായിട്ട് ആഗ്രഹമുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഗുരു അദ്ദേഹത്തോട് ഇവിടുന്ന് എന്തെങ്കിലും സഹായം നൽകുന്നതിൽ അയ്യപ്പന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് നമ്മെ ഒന്ന് കാണാനായിട്ട് ഗുരു പറയുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് ഗുരുവിനെ കാണാൻ പോവുകയും ഗുരു അദ്ദേഹത്തിന് 2 കത്ത് എഴുതി ഏൽപ്പിച്ചു. ഒന്ന് കുമാരനാശാനെ ഏൽപ്പിക്കാനും ഒന്ന് ആലുംമൂട്ടിൽ ഗോവിന്ദൻ ചാന്നാർ എന്ന് പറഞ്ഞ വ്യക്തിയെയും കാണാനായിട്ട്. ആദ്യം ആലുംമൂട്ടിൽ ഗോവിന്ദൻ ചാന്നാർ എന്ന വ്യക്തിയെ പോയി കാണുകയും അവിടുന്ന് ഒരു കത്തും കൂടെ എഴുതി കുമാരനാശാൻ, അങ്ങനെ 2 കത്തുകളായിട്ട് കുമാരനാശാനെ പോയി കണ്ട് കുമാരനാശാനെ അയ്യപ്പനെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന് മഹാരാജാസ് കോളേജിൽ പഠിക്കാനുള്ള എല്ലാ ഒത്താശകളും ആശാൻ തന്നെ ചെയ്തു കൊടുത്ത് 100 രൂപയും കൊടുത്ത് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ആശാൻ തന്നെ ഏർപ്പെടുത്തി. അപ്പോൾ വിദ്യാഭ്യാസം നടക്കുന്നത് തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അയ്യപ്പൻ സമ്പർക്കം പുലർത്തി. കുമാരനാശാനായിട്ടുള്ള അടുപ്പം എല്ലാം കൊണ്ടും ഇദ്ദേഹത്തിന് മനസ്സിലായി ശ്രീനാരായണ ദർശനത്തിലൂടെ മാത്രമേ ഈ കേരളത്തിലെ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു മോചനം സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ തന്നെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ നടന്നു. അവിടുത്തെ ശ്രീനാരായണ പരിപാലന യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അവിടെ ചെന്നതിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ശ്രീനാരായണ ദർശനം സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരുന്നു. അത് ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്യുകയും വളരെ ഉജ്ജ്വലമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുകയും ഒരു എഴുത്തുകാരനൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഗുരുവിൻ്റെ ഏകജാതി സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ജാതി എന്ന പിശാചിനെ ഹോമിക്കാതെ അധകൃതർക്ക് മോചനം ലഭിക്കില്ലെന്ന് അയ്യപ്പൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അപ്പോൾ സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദൂരീകരിക്കാൻ അയ്യപ്പനാവും വിധം എല്ലാവർക്കും ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ഇദ്ദേഹം പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് പോയി പ്രസംഗിക്കും.
അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് വഴിപോക്കരാളോടുകൂടി വളരെ ശക്തമായും ആവേശകരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് അയ്യപ്പൻ ആദ്യം നടത്തിയിരുന്നത്. അപ്പോൾ ഇത് പ്രസംഗം കേൾക്കുന്ന സമയത്ത് കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂടുകയും അതിൽ കൂടുതലും ജാതി വ്യവസ്ഥയും തീണ്ടലും തൊട്ടുകൂടായ്മയൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസംഗമാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പ്രധാനമായിട്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് സാധാരണ നമ്മൾ ജാതി വ്യവസ്ഥ പോകാനായിട്ട് ഇപ്പോൾ ഈഴവരാണെങ്കിൽ അതിന് മുകളിലുള്ള സവർണർ എന്ന് പറയുന്ന അവർ ജാതി ചിന്ത ഒഴിവാക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് സാധാരണ ഉള്ള പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ അയ്യപ്പൻ നേരെ തിരിച്ചാണ്, തൻ്റെ താണവരുമായിട്ട് സാമ്യം പ്രാപിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രഭാഷണങ്ങളും ആ ഒരു രീതിയിലാണ് അയ്യപ്പൻ ചിന്തിച്ചത്. തനിക്ക് താഴെയുള്ള ആൾക്കാരെ തന്നോടൊപ്പം കൂട്ടുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതാണ് പന്തിഭോജനം, മിശ്രഭോജനം നടത്താൻ തീരുമാനിച്ചു. ചില പുലയ സഹോദരന്മാരോട് കൂടിയിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്യുകയും വളരെ ബുദ്ധിമുട്ടി ഇദ്ദേഹത്തിനോടൊപ്പം രണ്ട് കുട്ടികൾ പങ്കെടുക്കാമെന്ന് തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ 1917 മെയ് 27 ഒരു വിളംബരം ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ടൊരു മിശ്രഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അയ്യപ്പൻ വളരെ ഉച്ചത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രസംഗം ചെയ്തു. അതിൽ ആ പ്രസംഗത്തിൽ ആവേശകരമായിട്ട് പ്രസംഗിക്കുകയും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ഗുരുവിൻ്റെ നമ്മൾ സമുദായം കാണിക്കേണ്ട മഹത്തായ കടമയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നീണ്ട പ്രസംഗം നടത്തി. അങ്ങനെ രണ്ട് പുലയ ബാലന്മാരോടൊപ്പം അദ്ദേഹം ഈ ഒരു മിശ്രഭോജനം നടത്തി. അന്നത് വളരെ ഒരു കുറ്റകരമായൊരു കാര്യമാണ്, ഒരു ആചാര ലംഘനമാണ്. പക്ഷെ ഇത് അറിഞ്ഞ അവർ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന് എല്ലാവരും ഈ പ്രസംഗം ഇതെല്ലാം കേട്ട് എല്ലാവർക്കും സത്യമാണെന്ന് മനസ്സിലായെങ്കിലും പക്ഷേ സ്വന്തം സമുദായത്തിൽ നിന്ന് വരെ വളരെ എതിർപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഈ ജാതി വ്യത്യാസം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ അതിലെ ഓരോ അംഗങ്ങളെ കൂട്ടിടിപ്പിക്കുകയും നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ഇതിനെതിരെ സമരം ചെയ്യാമെന്ന് പൂർണ്ണമായി സമ്മതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സത്യവാചകമൊക്കെ ഏറ്റുചൊല്ലി നാട്ടിൽ മൊത്തം ഇതൊരു ആചാരം പരസ്യമായിട്ട് ലംഘിച്ചു. അപ്പോൾ അതിനൊരു പ്രത്യാഘാതം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ സ്ഥലത്ത് ഈഴവരുടെ വകയായ വിജ്ഞാനവർദ്ധിനി സഭ അടിയന്തരമായിട്ട് യോഗം ചേർന്ന് മിശ്രഭോജനത്തിൽ പങ്കെടുത്ത എല്ലാ വീട്ടുകാരെയും ഭ്രഷ്ട് കൽപ്പിക്കുകയും അവരെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്നാണ് വിളിച്ചത്. ഈ പുലയ കുട്ടികളോടൊപ്പം ഇദ്ദേഹം ഈ പന്തിഭോജനം നടത്തുന്നത് പുലയൻ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം അഭിമാനപൂർവ്വം ആ ബിരുദം സ്വീകരിച്ചു. പുലയൻ ചോവന്മാർ എന്നൊക്കെ വിളിച്ച് അതിൽ പങ്കെടുത്ത ആൾക്കാരെ ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് ചേറായിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഇത് നടന്നു. SNDPക്കകത്തും വിഭവോദയത്തിൽ പോലും കുമാരനാശാൻ ഇതിൽ എഴുതി, എതിരായിട്ടല്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മിശ്രഭോജനത്തിനെതിരെ അനേകം ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് മോശമായ രീതിയിൽ പറഞ്ഞു വരുത്തുകയും അവിടെ എല്ലാവരും ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെതിരാണ് എന്നുള്ള രീതിയിലുള്ള പ്രഭാഷണ രീതിയിലുള്ള അപഖ്യാതി വരുത്തി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്വാമി പോയി ഗുരുവിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയാതെ ഇനി രക്ഷയില്ല. അങ്ങനെ ഇദ്ദേഹം നേരെ ഗുരുവിനെ കാണാൻ പോവുകയും ഗുരു ഇതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അവസാനം പറഞ്ഞു, എതിർപ്പ് കണ്ട അയ്യപ്പൻ വിഷമിക്കേണ്ട, ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വളരും. ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. അപ്പം ഈ വാക്കുകൾ കേട്ട് അയ്യപ്പന് വളരെ സന്തോഷമാവുകയും അയ്യപ്പൻ തിരിച്ചു വന്നിട്ട് ഒരു സഹോദര സംഘം രൂപീകരിച്ചു. സഹോദര സംഘം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് അന്ന് മുതലാണ് അദ്ദേഹത്തിന് സഹോദരൻ അയ്യപ്പൻ എന്ന് അറിയപ്പെട്ടത്. അപ്പം തൻ്റെ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നാടുനീളെ യോഗങ്ങൾ സംഘടിപ്പിച്ചു. കഴിവുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് തന്നെ ചെന്ന് പ്രസംഗിച്ചു. അപ്പം ഇദ്ദേഹത്തിന് വളരെ തിളങ്ങുന്ന കണ്ണുകളും വളരെ നീണ്ട മൂക്കും വളരെ സുമുഖനായ ഒരു
യുവാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേൾക്കാനായിട്ട് ഏത് ആൾക്കാരും വരികയും അവരത് കേൾക്കുകയും ചെയ്തു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്ര വിധിപ്രകാരം അദ്ദേഹം പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങൾ വളരെ ആശയപരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാവുകയും ഈ സഹോദര പ്രസ്ഥാനത്തിൻ്റെ വളർച്ച വളരെ ശക്തമായി നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എതിർപ്പുകളും ഉണ്ടായി. ഇപ്പം ഈ മുത്തുകുന്നത്ത് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ അണ്ടിനെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്തു. മറ്റൊരിടത്ത് വെച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ ചാണകം എറിഞ്ഞു. കൊടുങ്ങല്ലൂർ കമലേശ്വരം എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉറുമ്പും കൂടു കൊണ്ട് അദ്ദേഹത്തെ കിരീടമണിയിച്ചു. വേറൊരു സ്ഥലത്ത് വെച്ച് കത്തികളുമായിട്ട് പാഞ്ഞു ചെന്നു. ഇവിടെയൊന്നും അയ്യപ്പൻ പതറിയില്ല. എല്ലായിടത്തും ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക എന്നുള്ള ഗുരുവചനം കേട്ട് അത് പാലിക്കുകയാണ് അയ്യപ്പൻ ചെയ്തത്. സഹോദരൻ സംഘത്തിന് വേണ്ടിയിട്ട് സ്വാമിയുടെ ഒരു സന്ദേശം ലഭിക്കണമെന്ന് അയ്യപ്പൻ ആഗ്രഹിക്കുകയും അപ്പോൾ അതൊന്നും ഈ എതിർപ്പിൻ്റെ രൂക്ഷത കുറയ്ക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം അദ്വൈത ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനെ കണ്ടു. അപ്പം ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു മടിയും കാണിക്കാതെ ഗുരു എന്നെ പറഞ്ഞൊരു കടലാസും പേനയും കൊണ്ടുവരാൻ ശിഷ്യനോട് പറഞ്ഞു. ആ സമയത്ത് അയ്യപ്പൻ പുറത്തിറങ്ങിയെന്ന് സന്ദേശം എഴുതി കഴിഞ്ഞ് സഹോദരനെ വിളിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ഭംഗിയാവും. ആ സന്ദേശം ഇതായിരുന്നു: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നുള്ള ആ സന്ദേശം, വിശ്വപ്രസിദ്ധമായ ആ സന്ദേശം അവിടെ നിന്നാണ് ഉണ്ടായത്. ഈ സന്ദേശത്തിൻ്റെ അനേകായിരം കോപ്പികൾ സഹോദരൻ അച്ചടിച്ച് നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിതരണം ചെയ്തു. അപ്പോൾ അതോടുകൂടി സഹോദര സംഘത്തിനുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും സുഗമമാവുകയും ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പത്രം തുടങ്ങി. അതിൻ്റെ പേരായിരുന്നു സഹോദരൻ. 1917 തന്നെ അത് മാസികയായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ലഘുലേഖ മുഖപ്രസംഗമൊക്കെ എഴുതി ഗുരുവിനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് മുഖപ്രസംഗം ഇങ്ങനെയായിരുന്നു: ഇത് വിശ്വസിക്കുന്നത് പോലെ പറയുവാനും പറയുന്നത് പോലെ നടക്കുവാനും ഒരുക്കമുള്ള നിഷ്കപടന്മാരെ ഒരുമിച്ച് ചേർത്ത് ഉത്കൃഷ്ടമായ ഉദ്ദേശ്യശുദ്ധി കൊണ്ട് ജാതിബാധ ഒഴിപ്പാൻ വേണ്ടി ചെറുതായി ആരംഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ജാതി വ്യത്യാസത്തിൻ്റെ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുമിച്ച് ചേരുവിൻ. ആ പൈശാചികമായ ആചാരത്തെ ഇല്ലാതാക്കണമെന്നുള്ള ധർമ്മബോധം വന്ന് മറ്റുള്ളവരും വന്നുകൂടുവിൻ. സത്യവാചക പ്രതിക ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതി ഇദ്ദേഹം ഈ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ചെറിയ കവിതകളൊക്കെ എഴുതുമായിരുന്നു. അപ്പം മിക്കുള്ള കവിതകളും മതത്തിനും ദൈവത്തിനും ഒക്കെ എതിരാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. അപ്പോൾ ഇതെങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് എഴുതിയ ഗുരുവിൻ്റെ അനുയായി ആവാൻ എങ്ങനെ പറ്റും? അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വരിയുടെ അവസാനത്തെ 2 വരികളുണ്ട്: വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. അതായത് ധർമ്മമാണ് അടിസ്ഥാനമായിട്ട് വേണമെന്നത്. ഇപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യവും ദയയും സ്നേഹം ശുശ്രൂഷ അഭേദമായി വരും സർവത്തോടും എടുക്കുന്ന ധർമ്മം ശരണമേവനും. അപ്പോൾ ഈ ആശയങ്ങളാണ് ഗുരുവിൻ്റെതും അയ്യപ്പനും തമ്മിലുള്ള അയ്യപ്പൻ്റെ ആശയവും ഏകദേശം നമുക്കിത് നോക്കുന്ന സമയത്ത് അത് ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്വാമിയും ഗുരുദേവനും സഹോദരനായിട്ട് പല സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ സയൻസിനെ കുറിച്ചിട്ടും രാഷ്ട്രമീമാംസയെക്കുറിച്ചിട്ടും തത്വശാസ്ത്രത്തെക്കുറിച്ചിട്ടും ഒക്കെ ഗുരു അയ്യപ്പനുമായിട്ട് വളരെയധികം നേരം സംസാരിക്കുകയും, അപ്പോൾ ഗുരു ഇതിൻ്റെ ഇടയിലൊക്കെ അയ്യപ്പനോട് ഇത്രയും ശാസ്ത്രമായിട്ട് പഠിച്ചിരിക്കുമ്പോൾ ചെറിയ സ്പർശിയായിട്ട് ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഒരു ദിവസം സ്വാമി കാണുന്നതിന് വേണ്ടിയിട്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്ന സമയത്ത് സ്വാമി അവിടെ ഇല്ല. അപ്പോൾ ഒരു ഏകദേശം 2 മൈൽ അകലെയുള്ള തോട്ടുമുഖം എന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നതെന്നറിഞ്ഞ് സഹോദരൻ അവിടെ എത്തി. അപ്പോൾ അതൊരു കുഗ്രാമം. പക്ഷേ ആ വിജനമായ സ്ഥലത്ത് 3 കുന്നുകൾ യോജിച്ച് നിൽക്കുന്ന ആ ഒരു കാട്ടുപ്രദേശം വളരെ വൃക്ഷങ്ങളും കുറ്റിക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് എൻ്റെ കുന്നിലെത്തിയപ്പോൾ ഗുരു അവിടെ വിശ്രമിക്കുന്നത് കണ്ടു. ഗുരുവിനോട് ഉടൻ തന്നെ ഒരു ശിഷ്യനും കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനായിട്ട് വളരെ താല്പര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം മുമ്പൊരു ക്ഷുരകനായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ കുറ്റവാളിയായിരുന്നു. ഒരു കൊലപാതക കുറ്റം ചെയ്ത് ജയിലിൽ പോവുകയും
എന്നിട്ട് പുറത്ത് വന്നത് സമുദായത്തിൻ്റെ നേർക്ക് ഒടുങ്ങാത്ത ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തിരിച്ചു വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഭാഗ്യവശാൽ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഗുരുവിനെ കാണുകയും, അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഗുരുവിന് ഈ ബാഹ്യമായിട്ടുള്ള ഈ ക്രൂരതയ്ക്ക് പിന്നിലും അയാളുടെ ഉള്ളിലൊരു മനുഷ്യത്വം സ്വാമി കണ്ടു. അങ്ങനെ ഗുരു അദ്ദേഹത്തോട് വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി അങ്ങനെ ഗുരുവിൻ്റെ ആ പെരുമാറ്റത്തിൽ ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റം വരികയും അങ്ങനെ ഗുരുവിൻ്റെ ശിഷ്യനാവുകയും ചെയ്തു. അങ്ങനെ മൃഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് അയാൾ ഉയർന്നു. അങ്ങനെ ആ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് അയാൾ വിശുദ്ധിയിലേക്ക് നയിച്ചത് കൊണ്ട് ആ ശിഷ്യന് ഗുരു വാത്മീകി എന്നാണ് നാമകരണം ചെയ്തത്. ആ ശിഷ്യൻ്റെ പേരിലുള്ളതുകൊണ്ട് അതിനെ വാത്മീകി കുന്നാണ് എന്ന് ആദ്യമൊക്കെ അറിയപ്പെട്ടു പോയത്. പിന്നെ പല പ്രാവശ്യം സ്വാമി ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അയ്യപ്പനും സ്വാമിയും ഗുരുവും തമ്മിൽ കാണുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഗുരു അയ്യപ്പനോട് പറഞ്ഞു, ഇവിടെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉയരും. ഇപ്പോൾ ഗുരു ഉദ്ദേശിക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യന് നന്മ ഉണ്ടാകുന്ന, മനുഷ്യന് സേവനം ചെയ്യുന്ന സ്ഥലത്തെയാണ് ഗുരു വലിയ വലിയ സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവസാനം അയ്യപ്പൻ തൻ്റെ ജീവിത സായാഹ്നത്തിൽ ആ കുന്നിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും തൻ്റെ സഹധർമ്മിണിയായ പാർവതി അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു ആതുര ശുശ്രൂഷാർത്ഥം സ്ഥാപിതമായ ശ്രീനാരായണ സേവിക സമാജത്തിന് ആസ്ഥാനം തിരഞ്ഞെടുത്തു. അവിടെ ഇന്നിപ്പോൾ ശ്രീനാരായണഗിരി എന്നാണ് അറിയപ്പെടുന്നത്. അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും അശരണരും അംഗവല്യം സംഭവിച്ചവർക്കുമൊക്കെ സ്ത്രീകൾക്കുമൊക്കെ അഭയമരുളുന്ന ഒരു കേന്ദ്രമായിട്ട് അതൊന്ന് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആൾക്കാരെല്ലാം അതിൽ വളരെ സേവന തൽപരരായിട്ട് അതിനെ സഹായിക്കാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഇന്നത് വളരെ ഒരു പ്രസ്ഥാനമായിട്ട് ഈ ശ്രീനാരായണ സേവിക സമാജം ശ്രീനാരായണഗിരി എന്ന് പറയുന്ന സ്ഥലം വളരെ വിശാലമായിട്ട് അത് വളരെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹം 1968 സഹോദരൻ അയ്യപ്പൻ മരണം അടഞ്ഞത്. അപ്പോൾ അദ്ദേഹം എഴുതിയ പല കൃതികളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എപ്പോഴും ഈ ജാതി വ്യത്യാസം പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർന്നവർ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിലുള്ള ജാതി വ്യത്യാസം പോയിട്ടുണ്ടോ എന്ന്, താഴ്ന്ന ജാതിക്കാരോടുള്ള നമ്മുടെ മനോഭാവം മാറിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നാം പുനഃപരിശോധിക്കേണ്ട, ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാം. അതുപോലെ ഈ ശ്രീനാരായണ ഗ്രൂപ്പിനെ ഓരോ ദിവസവും വളരെ അഭിനന്ദന അർഹമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിലെ ഗ്രൂപ്പ് അംഗങ്ങളായ എല്ലാ സഹോദരങ്ങളും, അതുപോലെ ഈ ഗ്രൂപ്പിൽ ശ്രീനാരായണ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ ഭാവുകങ്ങൾ നേരുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ഉണ്ടാവട്ടെ. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.